ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3,900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററുമാണ് വരുന്നത്. ഏകദേശം 8 മീറ്ററോളം വീതിയുള്ള വലിയൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. GI ട്യൂബും ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പാർക്കിംഗ് സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് മുന്നിലായി ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. അതുകൂടാതെ തന്നെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ വലതുവശത്തായി ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിലാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മോഡേൺ ലുക്കിൽ തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റും വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. താഴെയായി നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിലായി ബിൽഡർ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചൺ കൂടാതെ തന്നെ പുറംഭാഗത്തായി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും സിങ്കൊക്കെ നൽകി തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിലാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അറ്റാച്ച് ചെയ്താണ് വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. അതിനു മുകളിലായി നല്ലൊരു LED പ്രൊഫൈൽ ലൈറ്റ് ഡിസൈനും നൽകിയിട്ടുണ്ട്. അല്പം നീളമേറിയ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തൊരു TV യൂണിറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. റൂഫ് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വാർത്ത് സൈഡെല്ലാം GI ട്യൂബുകൾ കൊണ്ട് മറിച്ച് സേഫാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഗ്രേ കളറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു കബോർഡും നമുക്ക് കാണാം. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളത്തിലും 11 അടി വീതിയിലും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
നല്ല ഭംഗിയായി തന്നെ 3 പാളികളിൽ വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. മനോഹരമായി തന്നെ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബാൽക്കണിയിൽ കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3,900 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.